ഹലോ, എല്ലാവർക്കും ഷേമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫ്രഷ് ആയിട്ടുള്ള പപ്പായ സോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഓർഡർ വന്ന ഒരു സോപ്പാണ്. കാരണം നമ്മുടെ അടുത്ത് പപ്പായ ജെല്ലുണ്ട്, പപ്പായ പൗഡറുണ്ട്. പക്ഷേ ഫ്രഷ് പപ്പായ തന്നെ ഇട്ട് ഒരു സോപ്പ് ഉണ്ടാക്കി തന്നെ വേണമെന്ന് പറഞ്ഞാണ് നമുക്ക് ഓർഡർ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പപ്പായ എടുത്ത് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തതാണ്. കാരണം ഒരുപാട് ആൾക്കാർ പപ്പായയുടെ സോപ്പിൻ്റെ വീഡിയോ ചോദിക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള മെഷർമെൻറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പപ്പായ കുറച്ച് ഓവറായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആൾക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് റെഡ് ലേഡി എന്ന് പറയുന്ന പപ്പായയാണ്. നാടൻ പപ്പായ അല്ല, നമ്മളത് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. കാരണം വീട്ടിൽ നിന്നുള്ള പപ്പായ കഴിഞ്ഞ് എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഒരു പപ്പായ പഴുത്ത ഇരിപ്പും ഉണ്ടായിരുന്നു. അത് പക്ഷേ കാക്ക കുത്തിക്കൊണ്ടുപോയതുകൊണ്ട് നമ്മളെ പറ്റിച്ച്. അപ്പോൾ ഞാൻ പിന്നെ ഷോപ്പിൽ പോയിട്ടാണ് പപ്പായ വാങ്ങിയത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പായ തന്നെ കിട്ടിയിട്ടുണ്ട്. നാടൻ പച്ചക്കറികൾ വിൽക്കുന്ന കടകളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പപ്പായ വാങ്ങിയത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിന്ന് കുറച്ച് ഭാഗം ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ പപ്പായ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി സോപ്പ് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെയാണ് കുറച്ചെടുത്തത്. നമുക്ക് വെറുതെ ഒരുപാട് അരച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് എടുത്തത്. അത് ജ്യൂസാക്കി എടുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിക്കാതെയും ഒഴിക്കാം, പക്ഷെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ട മെഷർമെൻറ്റ് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 50 ഗ്രാം ജ്യൂസാണ് എടുക്കുന്നത്. പപ്പായയുടെ 50 ഗ്രാം ജ്യൂസ്. അപ്പോൾ ശ്രദ്ധിക്കുന്നത്, നമുക്ക് സോപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടൊരു വെയ്റ്റിംഗ് മെഷീൻ നിർബന്ധമാണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട് 1 സ്പൂണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സോപ്പ് ബേസാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്ലിസറിൻ ബേസ് ആണ്. ഗ്ലിസറിൻ ബേസ് കറക്റ്റ് പറയുവാണെങ്കിൽ ഒരു 500 ഗ്രാം, കറക്റ്റ് 500 ഗ്രാം ആണ് ബേസ് എടുത്തിരിക്കുന്നത്. ഇനി അതിനെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. 500ൻ്റെ ഒരൊറ്റ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ചെറിയ കുഞ്ഞ് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ എളുപ്പത്തിൽ മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ്. ബിഗിനേഴ്സിനും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കട്ടിങ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്നും പറഞ്ഞ് വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഓരോ ദിവസവും നമുക്ക് പുതിയ കോണ്ടാക്റ്റായിട്ട് വരുന്നത് ഒരു 10-25 കോണ്ടാക്റ്റുകളും പുതിയത് വരുന്നുണ്ട്. പറയുന്ന പോലെ തന്നെ ഡബിൾ ബോയിൽ തന്നെയാണ് നമ്മൾ മെൽറ്റ് ആക്കാൻ വെച്ചത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം നേരത്തെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് വെള്ളം തിളച്ചിരിക്കും. അപ്പോൾ നമുക്ക് ബേസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. ഇനി അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന 50 ഗ്രാം ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ ഫ്രഷ് ജ്യൂസ് ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ഫ്ലെയിം ഒന്ന് ലോയിലേക്കാക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ആ ഒരു ലിക്വിഡുമായിട്ട്, എന്ന് വെച്ചാൽ ആ ഒരു മെൽറ്റായ സോപ്പ് ബേസുമായിട്ട് നമ്മുടെ ജ്യൂസ് ഒന്ന് റെഡിയായി വരണം. കാരണം പെട്ടെന്ന് ഒഴിച്ച പാടെ ഇളക്കി ഇങ്ങനെ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, ഒരു ആഴ്ച പോലും സോപ്പ് ഇരിക്കത്തില്ല, പൂപ്പലൊക്കെ വരും. അധികം ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഫ്രഷ് ജ്യൂസ് ഒഴിച്ചിട്ട് സോപ്പ് വേഗം ചീത്തയായി അല്ലെങ്കിൽ ഇങ്ങനെ പതുങ്ങി പോകുന്നത്, കട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റിയാണ്. നല്ല സോപ്പ് ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കിലോയ്ക്ക് 500 ഗ്രാം തന്നെ ജ്യൂസ് ഐറ്റംസ് ഒഴിക്കാം. മറ്റുള്ള സോപ്പ് ബേസിലൊക്കെ എത്ര ഒഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും 20 പറയുന്നുണ്ട്, 20 ഗ്രാം 1 കിലോയ്ക്ക് പറയുന്നുണ്ട്, 30 ഗ്രാം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ സോപ്പ് ബേസിനകത്ത് 100 ഗ്രാം തന്നെ 1 കിലോയ്ക്ക് ഒഴിക്കാം ഫ്രഷ് ജ്യൂസ്. നിങ്ങൾക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാം. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതറിയാം. ഇനി നമ്മൾ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓർഗാനിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. പപ്പായയുടെ ഹയ ഓർഗാനിക്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്കറിയാം. കുറഞ്ഞ ക്വാണ്ടിറ്റി ഉപയോഗിച്ചാൽ മതി. നമുക്ക് അത്രയും നല്ല രീതിയിലുള്ള സ്മെല്ലാണ് കിട്ടുന്നത്. ഒരുപാടൊന്നും നമ്മൾ ഓവറായിട്ട് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലുകൾ നമ്മൾ ഈ ഒരു സോപ്പിലേക്ക് ഒഴിക്കരുത്. കാരണം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായതുകൊണ്ട് ഇതിനൊരു കണക്കുണ്ട്, ഒരു മെഷർമെൻറ്റ്. എന്ന് വെച്ചാൽ ഒരു 25 ഡ്രോപ്സ് വരെ നിങ്ങൾക്ക് 1 കിലോയ്ക്ക് ഒഴിക്കാം. അപ്പോൾ അതിലും കുറച്ച് മതി 500-നകത്തോട്ട് ഒഴിക്കുമ്പോൾ. നല്ല സ്മെല്ലാണ്. ഓർഗാനിക്കിൻ്റെ എന്ത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഈ മോൾഡ് ഒരുപാട് ആൾക്കാർ ഓർഡർ തരുന്നുണ്ട്. അത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ്. ചോദിക്കുമ്പോഴത്തേക്ക് കൊടുക്കാൻ കിട്ടാറില്ല. വരുന്നത് അന്നേരം സ്റ്റോക്ക് ഔട്ടായി പോവുകയാണ്. റീസ്റ്റോക്ക് വരുമ്പം തന്നെ പുതിയ സ്റ്റോക്ക് ആളുകൾ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് തീരുന്നുണ്ട്.
അപ്പം നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ചൊരു 3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒഴിച്ച പാട് തന്നെ എടുക്കാൻ പറ്റുമോയെന്ന്. ഇല്ല, 3 മണിക്കൂർ സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു സോപ്പ് റിമൂവ് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് കണ്ടോ, ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്ര നല്ല ബേസ് ആയതുകൊണ്ടാണ് നമുക്ക് സോപ്പ് ഫ്രഷ് ജ്യൂസ് ഒഴിച്ച് കഴിയുമ്പോൾ ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് സോപ്പ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, സോപ്പ് ബേസ് നന്നായിട്ട് ഇരിക്കാനുള്ള നല്ല ക്വാളിറ്റിയുള്ള ബേസ് എടുക്കുക. നമ്മൾ വില നോക്കി കുറഞ്ഞത് നോക്കി പോകുന്നതിനനുസരിച്ച് നമുക്ക് ക്വാളിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ എൻ്റെ പുതിയ ചാനലാണ് ഹയാ ഓർഗാനിക്. അതിൽ ഈ ഷെയ്മാസ് വേൾഡിൽ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. വ്യത്യസ്തമായ ഓരോ ദിവസവും വീഡിയോസ് 2 ചാനലിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വീഡിയോയും കണ്ട് ഇതുപോലെ ഓരോന്ന് ചെയ്യുക. അതല്ല, ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അത് ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ പ്രോഡക്റ്റും നിങ്ങളുടെ കൈകളിലെത്തിയിരിക്കും. അപ്പം ഓരോ ദിവസവും നമുക്ക് വരുന്ന ഓരോ റിവ്യൂസുകളും എല്ലാം നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.